Hi, I'm Shamir. Welcome back. Learn English through conversation. If you want to speak English, you have to do two things. Listen again and again. Try to say what you heard. If you follow only those two steps, definitely you will speak English. You don't have to learn all the grammar rules. Please watch the video till the end. I'm sure that this video will help you to learn English. ഡു യു ഗോ ടു സ്കൂൾ എവരി ഡേ? നീ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകാറുണ്ടോ? യെസ്, അതെ, ഐ ഗോ ടു സ്കൂൾ എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകാറുണ്ട്. വാട്ട് ടൈം ഡസ് സ്കൂൾ സ്റ്റാർട്ട്? ഏത് സമയത്താണ് സ്കൂൾ ആരംഭിക്കാറ്? സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 8 AM. രാവിലെ 8 മണിക്കാണ് സ്കൂൾ ആരംഭിക്കാറ്. വാട്ട് ടൈം ഡു യു ഫിനിഷ് സ്കൂൾ? നീ എത്ര മണി സമയത്താണ് സ്കൂൾ അവസാനിപ്പിക്കാറ്? ഐ ഫിനിഷ് സ്കൂൾ അറ്റ് 3 PM. ഞാൻ 3 മണിക്കാണ് സ്കൂൾ അവസാനിപ്പിക്കാറ്. ഡു യു ലൈക്ക് സ്കൂൾ? നീ സ്കൂൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നോ, ഇല്ല, ഐ ഡോണ്ട് റിയലി ലൈക്ക് സ്കൂൾ. യഥാർത്ഥത്തിൽ ഞാൻ സ്കൂൾ ഇഷ്ടപ്പെടുന്നില്ല. വാട്ട് ഈസ് യുവർ ഫേവററ്റ് സബ്ജക്റ്റ്? നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? മൈ ഫേവററ്റ് സബ്ജക്റ്റ് ഈസ് ഇംഗ്ലീഷ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പഠന വിഷയം ഇംഗ്ലീഷ് ആണ്. ഡു യു ഹാവ് എ ഫേവററ്റ് ടീച്ചർ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകൻ ഉണ്ടോ? യെസ്, അതെ, മൈ ഫേവററ്റ് ടീച്ചർ ഈസ് മിസ് സ്മിത്ത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകൻ മിസ് സ്മിത്താണ്. വേർ ഈസ് യുവർ സ്കൂൾ? നിൻ്റെ സ്കൂൾ എവിടെയാണ്? മൈ സ്കൂൾ ഈസ് ഇൻ ദ സിറ്റി സെൻറ്റർ. എൻ്റെ സ്കൂൾ നഗരമധ്യത്തിലാണ്. ഡു യു ടേക്ക് ദ ബസ് ടു സ്കൂൾ? സ്കൂളിലേക്ക് പോകാൻ നീ ബസ് പിടിക്കാറുണ്ടോ? നോ, ഇല്ല, ഐ വോക്ക് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് നടന്നാണ് പോകാറ്. ഈസ് യുവർ സ്കൂൾ ബിഗ് ഓർ സ്മോൾ? നിൻ്റെ സ്കൂൾ വലുതാണോ അതോ ചെറുതാണോ? മൈ സ്കൂൾ ഈസ് ബിഗ്. എൻ്റെ സ്കൂൾ വലുതാണ്. വേർ ഈസ് യുവർ ക്ലാസ് റൂം? നിൻ്റെ ക്ലാസ് റൂം എവിടെയാണ്? മൈ ക്ലാസ് റൂം ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. എൻ്റെ ക്ലാസ് റൂം സെക്കൻഡ് ഫ്ലോറിലാണ്, 2ാമത്തെ നിലയിലാണ് എൻ്റെ ക്ലാസ് റൂം. വാട്ട് ഡു യു ഡു ആഫ്റ്റർ സ്കൂൾ? സ്കൂൾ വിട്ടതിന് ശേഷം നീ എന്താണ് ചെയ്യാറ്? ആഫ്റ്റർ സ്കൂൾ ഐ ഗോ ടു ദ ലൈബ്രറി. സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ ലൈബ്രറിയിലേക്ക് പോകാറാണ്. ഡു യു സിറ്റ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ്? നീ ക്ലാസ് റൂമിൻ്റെ മുമ്പിലാണോ ഇരിക്കുന്നത്? നോ, അല്ല, ഐ യൂഷ്വലി സിറ്റ് ഇൻ ദ ബാക്ക്. ഞാൻ സാധാരണയായിട്ട് പുറകിലാണ് ഇരിക്കാറ്. ഡു യു റൈസ് യുവർ ഹാൻഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്? നീ ചോദ്യം ചോദിക്കാൻ നിൻ്റെ കൈ ഉയർത്താറുണ്ടോ? സംടൈംസ്, ചില സമയങ്ങളിൽ. ബട്ട് ഓൺലി വെൻ ഐ റിയലി നീഡ് ഹെൽപ്പ്. പക്ഷേ എനിക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രമാണ്, ശരിക്കും എനിക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ കൈ ചോദ്യം ചോദിക്കാൻ ഉയർത്താറ്. ഡു യു ലിസൺ ടു ദ ടീച്ചർ കെയർഫുള്ളി? നീ ടീച്ചറെ ശ്രദ്ധയോടുകൂടി കേൾക്കാറുണ്ടോ? മോസ്റ്റ് ഓഫ് ദ ടൈം, ഒട്ടുമിക്ക സമയത്തും. ബട്ട് സംടൈംസ് ഐ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഡിസ്ട്രാക്റ്റ് എന്നാൽ വ്യതിചലിക്കുക എന്നാണ് അർത്ഥം, ശ്രദ്ധ തെറ്റുക. പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് ശ്രദ്ധ തെറ്റാറുണ്ട്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ലെസൺസ്? നിനക്ക് പാഠങ്ങൾ മനസ്സിലാകാറുണ്ടോ? യെസ്, അതെ, ഐ അണ്ടർസ്റ്റാൻഡ് ദ ലെസൺസ്. എനിക്ക് പാഠങ്ങൾ മനസ്സിലാകാറുണ്ട്. ഡു യു ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്? നിനക്ക് മനസ്സിലാകാത്ത സമയങ്ങളിൽ നീ സഹായം ചോദിക്കാറുണ്ടോ? ഡു യു ആസ്ക് ഫോർ ഹെൽപ്പ് എന്നാൽ നീ സഹായം ചോദിക്കാറുണ്ടോ? വെൻ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, നിനക്ക് മനസ്സിലാകാത്ത സമയത്ത്. യെസ്, അതെ, ഐ ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ ഐ നീഡ് ഇറ്റ്. എനിക്ക് സഹായം വേണ്ട സമയത്ത് ഞാൻ സഹായം ചോദിക്കാറുണ്ട്. ഹു ഡു യു സിറ്റ് നെക്സ്റ്റ് ടു ഇൻ ക്ലാസ്? ക്ലാസ്സിൽ നീ ആരുടെ അടുത്താണ് ഇരിക്കുന്നത്? നെക്സ്റ്റ് എന്നാൽ അടുത്ത്. ഐ സിറ്റ് നെക്സ്റ്റ് ടു മൈ ഫ്രണ്ട് ജാക്ക്. എൻ്റെ സുഹൃത്തായിട്ടുള്ള ജാക്കിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. വിച്ച് സബ്ജക്റ്റ് ഡു യു ഫൈൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട്? ഏത് പഠന വിഷയമാണ് നിനക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? ഐ ഫൈൻഡ് മാത്ത് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഗണിതശാസ്ത്രമാണ്. വാട്ട് ഡു യു എൻജോയ് മോസ്റ്റ് അബൌട്ട് സ്കൂൾ? സ്കൂളിൽ നീ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എന്താണ്? ഐ എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ് ദ മോസ്റ്റ്.
സുഹൃത്തുക്കളുടെ കൂടെ സമയം ചിലവഴിക്കുന്നതാണ് ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നത്. വാട്ട് ഡു യു ഡു ഡ്യൂറിങ് റീസസ്? റീസസ് എന്നാൽ ഒഴിവു സമയം എന്നാണ് അർത്ഥം. ഒഴിവു സമയത്ത് നീ എന്താണ് ചെയ്യാറ്? ഐ പ്ലേ ഔട്ട്സൈഡ്. ഞാൻ പുറത്തു പോയി കളിക്കാറാണ്. ഹൂ ഹെൽപ്സ് യു വിത്ത് യുവർ ഹോംവർക്ക്? നിൻ്റെ ഹോംവർക്ക് ചെയ്യാൻ നിന്നെ ആരാണ് സഹായിക്കാറ്? മൈ പേരൻസ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. എൻ്റെ ഹോംവർക്ക് ചെയ്യാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ സഹായിക്കാറുണ്ട്. ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? യെസ്, അതെ. ഐ സ്റ്റഡി ഇംഗ്ലീഷ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. വാട്ട് സബ്ജക്ട്സ് ഡു യു സ്റ്റഡി? ഏതൊക്കെ പഠന വിഷയങ്ങളാണ് നീ പഠിക്കുന്നത്? ഐ സ്റ്റഡി മാത്ത്, ഇംഗ്ലീഷ്, സയൻസ് ആൻഡ് ആർട്ട്. ഡു യു ലൈക്ക് സയൻസ്? നിനക്ക് ശാസ്ത്രം ഇഷ്ടമാണോ? യെസ്, അതെ. എസ്പെഷ്യലി വെൻ വി ഡു എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻ്റ് എന്നാൽ നിരീക്ഷണം, പരീക്ഷണം, ഇതൊക്കെയാണ് അർത്ഥം. പ്രത്യേകിച്ചും പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമാണ്. ഡു യു ഹാവ് മെനി ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ? നിനക്ക് സ്കൂളിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടോ? ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. അതെ, എനിക്ക് അത്യാവശ്യം സുഹൃത്തുക്കൾ ഉണ്ട്. മറ്റൊരർത്ഥം ഏതാനും, അല്പം, അല്പം ചില, ഇതൊക്കെയാണ് അർത്ഥം. എനിക്ക് അല്പം ചില സുഹൃത്തുക്കൾ ഉണ്ട്. ഡു യു സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് അറ്റ് ലഞ്ച്? നീ നിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ലഞ്ച്, ഉച്ചഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുണ്ടോ? യെസ്, അതെ. ഐ സിറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് അറ്റ് ലഞ്ച്. അതെ, ഉച്ചഭക്ഷണം കഴിക്കാൻ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കാറുണ്ട്. ഡു യു ഡു ഹോംവർക്ക് വിത്ത് യുവർ ഫ്രണ്ട്സ്? നീ നിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ചേർന്ന് ഹോംവർക്ക് ചെയ്യാറുണ്ടോ? സംടൈംസ്, ചില സമയങ്ങളിൽ. ബട്ട് ഐ ലൈക്ക് ഡൂയിങ് ഹോംവർക്ക് അലോൺ. പക്ഷേ ഹോംവർക്ക് തനിച്ച് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അലോൺ എന്നാൽ തനിച്ച്. ഡു യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ് ആഫ്റ്റർ സ്കൂൾ? സ്കൂൾ വിട്ടതിന് ശേഷം നീ നിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ കളിക്കാറുണ്ടോ? നോട്ട് എവരി ഡേ. ഇല്ല, എല്ലാ ദിവസവും കളിക്കാറില്ല. ബട്ട് വി പ്ലേ സോക്കർ ഓൺ വീക്കെൻഡ്സ്. പക്ഷേ ഞങ്ങൾ വീക്കെൻഡുകളിൽ, വാരാന്ത്യങ്ങളിൽ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഡു യു വിസിറ്റ് യുവർ ഫ്രണ്ട്സ് ഹൗസസ്? നീ നിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകൾ സന്ദർശിക്കാറുണ്ടോ? യെസ്, അതെ. ഐ വിസിറ്റ് ദം ഓൺ വീക്കെൻഡ്സ്. അതെ, വാരാന്ത്യങ്ങളിൽ ഞാൻ അവരെ സന്ദർശിക്കാറുണ്ട്. വാട്ട് ടൈം ഈസ് ലഞ്ച്? ഏത് സമയത്താണ് ലഞ്ച് ടൈം? ലഞ്ച് ഈസ് അറ്റ് 12 PM. ഉച്ചക്ക് 12 മണിക്കാണ് ലഞ്ച് ടൈം. ഹൗ ലോങ് ഈസ് ഈച്ച് ക്ലാസ്? ഓരോ ക്ലാസ്സുകളും എത്ര സമയദൈർഘ്യമുണ്ട്? ഈച്ച് ക്ലാസ് ഈസ് 45 minutes. ഓരോ ക്ലാസ്സുകളും 45 മിനിറ്റുകളുണ്ട്. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ക്ലാസ് ഓഫ് ദ ഡേ? ഒരു ദിവസത്തിലെ നിൻ്റെ ആദ്യത്തെ ക്ലാസ് ഏതാണ്? മൈ ഫസ്റ്റ് ക്ലാസ് ഈസ് ഇംഗ്ലീഷ്. എൻ്റെ ആദ്യത്തെ ക്ലാസ് ഇംഗ്ലീഷാണ്. വെൻ ഡസ് ദ സ്കൂൾ ഡേ എൻഡ്? ഏത് സമയത്താണ് സ്കൂൾ സമയം അവസാനിക്കാറ്? ദ സ്കൂൾ ഡേ എൻഡ്സ് അറ്റ് 3 PM. സ്കൂൾ ദിവസം അവസാനിക്കാറ് വൈകുന്നേരം 3 മണി സമയത്താണ്. വാട്ട് ഈസ് യുവർ ലാസ്റ്റ് ക്ലാസ് ഓഫ് ദ ഡേ? ഒരു ദിവസത്തിലെ നിൻ്റെ അവസാനത്തെ ക്ലാസ് എന്താണ്? മൈ ലാസ്റ്റ് ക്ലാസ് ഈസ് മാത്ത്. എൻ്റെ അവസാനത്തെ ക്ലാസ് ഗണിതമാണ്. ഹൗ മെനി ബ്രേക്സ് ഡു യു ഹാവ്? നിനക്ക് എത്ര ഇടവേളകൾ ഉണ്ട്? വി ഹാവ് 2 ബ്രേക്സ്. ഞങ്ങൾക്ക് 2 ഇടവേളകൾ ഉണ്ട്. വെൻ ഡു യു ഹാവ് ജിം ക്ലാസ്? എപ്പോഴാണ് നിനക്ക് ജിം ക്ലാസ് ഉണ്ടാകാറ്? ഐ ഹാവ് ജിം ഓൺ വെൻസ്ഡേയ്സ്. എനിക്ക് ജിം ക്ലാസുകൾ ഉണ്ടാകാറ് ബുധനാഴ്ചകളിലാണ്. വാട്ട് ടൈം ഡു യു ഗോ ഹോം? ഏത് സമയത്താണ് നീ വീട്ടിലേക്ക് പോകാറ്? ഹോം എന്നതിന് മുമ്പ് ടു ചേർക്കാറില്ല. ടു ഹോം എന്ന് പറയാറില്ല. ഐ ഗോ ഹോം അറ്റ് 3:15 PM. ഞാൻ വൈകുന്നേരം 3:15 വീട്ടിലേക്ക് പോകാറ്. ഡു യു ഫോളോ ദ സ്കൂൾ റൂൾസ്? നീ സ്കൂളിലെ നിയമങ്ങൾ അനുസരിക്കാറുണ്ടോ? ഐ ട്രൈ മൈ ബെസ്റ്റ് ടു ഫോളോ ദ സ്കൂൾ റൂൾസ്. എനിക്ക് കഴിയാവുന്ന പോലെ ഞാൻ സ്കൂളിലെ നിയമങ്ങൾ അനുസരിക്കാറുണ്ട്. ആർ യു അലൗഡ് ടു യൂസ് ഫോൺ ഇൻ ക്ലാസ്? ക്ലാസ്സിൽ ഫോണുകൾ ഉപയോഗിക്കാൻ നിങ്ങളെ അനുവദിക്കുമോ? നോ, ഇല്ല. ഫോൺസ് ആർ നോട്ട് അലൗഡ്. ഫോണുകൾ അനുവദിക്കുകയില്ല. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ബ്രേക്ക് എ റൂൾ? നിങ്ങൾ ഒരു നിയമം തെറ്റിച്ചാൽ എന്ത് സംഭവിക്കും? യു ഗെറ്റ് എ വാർണിംഗ്. നിനക്ക് ഒരു മുന്നറിയിപ്പ് ലഭിക്കും.
ഡു യു അറൈവ് അറ്റ് സ്കൂൾ ഓൺ ടൈം? നീ കൃത്യസമയത്ത് സ്കൂളിൽ എത്താറുണ്ടോ? യെസ്, അതെ. ഐ ഓൾവേസ് അറൈവ് ഓൺ ടൈം. ഞാൻ എപ്പോഴും കൃത്യസമയത്ത് എത്താറുണ്ട്. വാട്ട് ഡു യു ഡു ഇഫ് യു ആർ ലേറ്റ് ടു സ്കൂൾ? നീ സ്കൂളിൽ വൈകിയെത്തിയാൽ നീ എന്താണ് ചെയ്യാറ്? ഐ അപ്പോളജൈസ് ടു ദ ടീച്ചർ. അപ്പോളജൈസ് എന്നാൽ മാപ്പ് ചോദിക്കുക. ഞാൻ ടീച്ചറോട് മാപ്പ് ചോദിക്കാറുണ്ട്. ആർ യു അലൗഡ് ടു വെയർ ഹാറ്റ്സ് ഇൻ ക്ലാസ്? ഹാറ്റ്സ് എന്നാൽ തൊപ്പികൾ എന്നാണ് അർത്ഥം. വെയർ എന്നാൽ ധരിക്കുക. ക്ലാസ്സിൽ തൊപ്പികൾ ധരിക്കാൻ നിങ്ങളെ അനുവദിക്കുമോ? നോ, ഇല്ല. ഹാറ്റ്സ് ആർ നോട്ട് അലൗഡ് ഇൻ ക്ലാസ്. തൊപ്പികൾ ക്ലാസ്സിൽ അനുവദനീയമല്ല. വേർ ഡു യു ഈറ്റ് ലഞ്ച്? നീ എവിടെ വച്ചാണ് ലഞ്ച് കഴിക്കാറ്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് കഴിക്കാറ്? ഇതൊക്കെയാണ് അർത്ഥം. ഐ ഈറ്റ് ലഞ്ച് ഇൻ ദ കാഫിറ്റീരിയ. കാഫിറ്റീരിയ എന്നാൽ അർത്ഥം ലഘു ഭക്ഷണശാല എന്നാണ് അർത്ഥം. ഞാൻ ഒരു ലഘു ഭക്ഷണശാലയിൽ വെച്ചാണ് ലഞ്ച് കഴിക്കാറ്. വാട്ട് ഡു യു യൂഷ്വലി ഹാവ് ഫോർ ലഞ്ച്? സാധാരണയായിട്ട് നീ ഉച്ചഭക്ഷണം എന്താണ് കഴിക്കാറ്? ഐ യൂഷ്വലി ഹാവ് എ സാൻഡ്വിച്ച്. ഞാൻ സാധാരണയായിട്ട് ഒരു സാൻഡ്വിച്ച് കഴിക്കാറാണ്. ഡു യു ബൈ ലഞ്ച് അറ്റ് സ്കൂൾ? നീ സ്കൂളിൽ നിന്ന് ലഞ്ച് വാങ്ങാറുണ്ടോ? ഉച്ചഭക്ഷണം വാങ്ങാറുണ്ടോ? നോ, ഇല്ല. ഐ ബ്രിങ് മൈ ലഞ്ച് ഫ്രം ഹോം. ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം വീട്ടിൽ നിന്നും കൊണ്ടുവരാറാണ്. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കാഫിറ്റീരിയ ഫുഡ്? കാഫിറ്റേരിയയിൽ നിന്നും ലഭ്യമാകുന്ന ഭക്ഷണങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ്? മൈ ഫേവറേറ്റ് കാഫിറ്റീരിയ ഫുഡ് ഈസ് പിസ്സ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഫിറ്റീരിയ ഭക്ഷണം പിസ്സയാണ്. ഡു യു സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് അറ്റ് ലഞ്ച്? ഉച്ചഭക്ഷണം കഴിക്കാൻ നീ നിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കാറുണ്ടോ? യെസ്, അതെ. ഐ സിറ്റ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ ഇരിക്കാറുണ്ട്. വാട്ട് ഡു യു ഡ്രിങ്ക് വിത്ത് യുവർ ലഞ്ച്? നിൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ നീ എന്താണ് കുടിക്കാറ്? ഐ ഡ്രിങ്ക് വാട്ടർ. വെള്ളമാണ് ഞാൻ കുടിക്കാറ്. ഹൗ ലോങ് ഈസ് യുവർ ലഞ്ച് ബ്രേക്ക്? നിങ്ങളുടെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയം സമയമാണ്? എത്രയാണ് അതിൻ്റെ സമയദൈർഘ്യം? അവർ ലഞ്ച് ബ്രേക്ക് ഈസ് 30 minutes. ഞങ്ങളുടെ ഉച്ചഭക്ഷണ സമയം 30 മിനിറ്റാണ്. ഡു യു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്കൂൾ പ്ലേസ്? സ്കൂളിലെ കളികളിൽ നീ പങ്കെടുക്കാറുണ്ടോ? യെസ്, അതെ. ഐ എൻജോയ് ആക്ടിങ്. ഞാൻ ആക്ടിങ് ആസ്വദിക്കാറുണ്ട്. അതിൽ പങ്കെടുക്കാറുണ്ട്. വെൻ ഈസ് ദ നെക്സ്റ്റ് സ്കൂൾ ട്രിപ്പ്? അടുത്ത സ്കൂൾ ട്രിപ്പ് എന്നാണ്? ദ നെക്സ്റ്റ് ട്രിപ്പ് ഈസ് ഇൻ ഒക്ടോബർ. അടുത്ത ട്രിപ്പ് ഒക്ടോബറിലാണ്. ഹൗ ഓഫൺ ഡു യു ഹാവ് ഫീൽഡ് ട്രിപ്സ്? ഫീൽഡ് ട്രിപ്പ് എന്നാൽ പഠനയാത്ര എന്നാണ് അർത്ഥം. ഫീൽഡ് ട്രിപ്പ്. എത്ര തവണയാണ് നിങ്ങൾ പഠനയാത്ര പോകാറ്? വി ഹാവ് ഫീൽഡ് ട്രിപ്സ് ട്വൈസ് എ ഇയർ. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഞങ്ങൾക്ക് പഠനയാത്ര ഉള്ളത്. വാട്ട് വാസ് യുവർ ലാസ്റ്റ് സ്കൂൾ ട്രിപ്പ്? നിങ്ങളുടെ അവസാനത്തെ സ്കൂൾ ട്രിപ്പ് എന്തായിരുന്നു? വി വെൻറ്റ് ടു ദ സയൻസ് മ്യൂസിയം. ഞങ്ങൾ സയൻസ് മ്യൂസിയത്തിലേക്ക് പോയി. ഡു യു ഗോ ടു ദ ലൈബ്രറി? നീ ലൈബ്രറിയിലേക്ക് പോകാറുണ്ടോ? യെസ്, അതെ. ഐ ഗോ ദർ എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും അങ്ങോട്ടേക്ക് പോകാറുണ്ട്. വാട്ട് ഡു യു ഡു ഇൻ ദ ലൈബ്രറി? നീ ലൈബ്രറിയിൽ എന്താണ് ചെയ്യാറ്? ഐ റീഡ് ബുക്സ് ആൻഡ് സ്റ്റഡി. ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യും. ഹൗ മെനി ബുക്സ് ക്യാൻ യു ബോറോ? നിനക്ക് എത്ര പുസ്തകങ്ങൾ കടം വാങ്ങാൻ സാധിക്കും? ഐ ക്യാൻ ബോറോ 2 ബുക്സ് അറ്റ് എ ടൈം. ഒരു സമയം എനിക്ക് 2 പുസ്തകങ്ങൾ വാങ്ങാൻ സാധിക്കും. 2 പുസ്തകങ്ങൾ കടം വാങ്ങാൻ സാധിക്കും. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? മൈ ഫേവറേറ്റ് ബുക്ക് ഈസ് ഹാരി പോട്ടർ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഹാരി പോട്ടറാണ്. വെൻ ഡു യു വിസിറ്റ് ദ ലൈബ്രറി? നീ എപ്പോഴാണ് ലൈബ്രറി സന്ദർശിക്കാറ്? ഐ വിസിറ്റ് ദ ലൈബ്രറി ആഫ്റ്റർ സ്കൂൾ. സ്കൂൾ വിട്ടതിന് ശേഷമാണ് ഞാൻ ലൈബ്രറി സന്ദർശിക്കാറ്. ഡു യു സ്റ്റഡി ഇൻ ദ ലൈബ്രറി? ലൈബ്രറിയിൽ വച്ച് നീ പഠിക്കാറുണ്ടോ? യെസ്, അതെ. ഐ സ്റ്റഡി ദർ സംടൈംസ്. അതെ, ചില സമയങ്ങളിൽ ഞാൻ അവിടെ വച്ച് പഠിക്കാറുണ്ട്. ഹൂ ഹെൽപ്സ് യു ഫൈൻഡ് ബുക്സ്? പുസ്തകങ്ങൾ കണ്ടെത്താൻ നിന്നെ ആരാണ് സഹായിക്കാറ്? ദ ലൈബ്രറിയൻ ഹെൽപ്സ് മീ. ലൈബ്രറിയൻ എന്നാൽ ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരൻ. അദ്ദേഹം എന്നെ സഹായിക്കാറുണ്ട്. ഡു യു റിട്ടേൺ യുവർ ബുക്സ് ഓൺ ടൈം?
നീ നിൻ്റെ പുസ്തകങ്ങൾ കൃത്യസമയത്ത് തിരികെ നൽകാറുണ്ടോ? യെസ്, അതെ. ഐ ഓൾവേസ് റിട്ടേൺ ദം ഓൺ ടൈം. അതെ, ഞാൻ എപ്പോഴും അവകൾ കൃത്യസമയത്ത് നൽകാറുണ്ട്. ഡു യു പ്ലേ സ്പോർട്സ് അറ്റ് സ്കൂൾ? നീ സ്കൂളിൽ വച്ച് സ്പോർട്സ് മത്സരക്കളികൾ കളിക്കാറുണ്ടോ? യെസ്, അതെ. ഐ പ്ലേ വോളിബോൾ. ഞാൻ വോളിബോൾ കളിക്കാറുണ്ട്. ഡു യു ഹാവ് എ ജിം ക്ലാസ്? നിനക്ക് ഒരു ജിം ക്ലാസ് ഉണ്ടോ? യെസ്, അതെ. വി ഹാവ് ജിം ക്ലാസ് ട്വൈസ് എ വീക്ക്. അതെ, ഞങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ജിം ക്ലാസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഹാർഡസ്റ്റ് എക്സാം ഫോർ യു? നിനക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷ ഏതാണ്? മാത്ത് ഈസ് ദ ഹാർഡസ്റ്റ് എക്സാം ഫോർ മീ. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷ ഗണിതശാസ്ത്രത്തിൻ്റെ പരീക്ഷയാണ്. ഡു യു സ്റ്റഡി വിത്ത് ഫ്രണ്ട്സ് ബിഫോർ ടെസ്റ്റ്സ്? പരീക്ഷകൾക്ക് മുമ്പ് നീ നിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ചേർന്ന് പഠിക്കാറുണ്ടോ? യെസ്, അതെ. വി സ്റ്റഡി ടുഗദർ. അതെ, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാറുണ്ട്. ഡു യു ഹാവ് എ സ്കൂൾ യൂണിഫോം? നിനക്ക് ഒരു സ്കൂൾ യൂണിഫോം ഉണ്ടോ? യെസ്, അതെ. ഐ വെയർ എ യൂണിഫോം എവറി ഡേ. അതെ, ഞാൻ എല്ലാ ദിവസവും ഒരു യൂണിഫോം ധരിക്കാറുണ്ട്. വാട്ട് ടൈം ഡു യു ഗെറ്റ് ഹോം ഫ്രം സ്കൂൾ? സ്കൂളിൽ നിന്നും ഏത് സമയത്താണ് നീ വീട്ടിലേക്ക് എത്തിച്ചേരാറ്? ഐ ഗെറ്റ് ഹോം അറ്റ് അറൗണ്ട് 3:30 PM. ഞാൻ വീട്ടിൽ എത്തിച്ചേരാറ് ഏകദേശം വൈകുന്നേരം 3:30 മണി സമയത്താണ്. ഡു യു ലൈക്ക് ദ സബ്ജക്ട്സ് യു സ്റ്റഡി? നീ പഠിക്കുന്ന പഠന വിഷയങ്ങൾ നിനക്ക് ഇഷ്ടമാണോ? യെസ്, അതെ. ഐ ലൈക്ക് മോസ്റ്റ് ഓഫ് ദം, എസ്പെഷ്യലി ഇംഗ്ലീഷ്. ഒട്ടുമിക്ക വിഷയങ്ങളും എനിക്ക് ഇഷ്ടമാണ്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ്. ഡു യു ഹെൽപ്പ് യുവർ ക്ലാസ്മേറ്റ്സ് ഇഫ് ദേ നീഡ് ഇറ്റ്? നിൻ്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെ അവർക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ നീ അവരെ സഹായിക്കാറുണ്ടോ? യെസ്, അതെ. ഐ ട്രൈ ടു ഹെൽപ്പ് ദം വെന്നെവർ ഐ ക്യാൻ. എനിക്ക് സാധിക്കുമ്പോഴൊക്കെ ഞാൻ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഡു യു ലൈക്ക് ലേണിംഗ് ന്യൂ ലാംഗ്വേജ്? പുതിയ ഭാഷകൾ പഠിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? യെസ്, അതെ. അതെ. ഐ എൻജോയ് ലേണിംഗ് സ്പാനിഷ്. സ്പാനിഷ് പഠിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു. ഡു യു ഫൈൻഡ് എനി സബ്ജക്ട്സ് ബോറിംഗ്? ഏതെങ്കിലും പഠന വിഷയങ്ങൾ മടുപ്പായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? സംടൈംസ് ഐ ഫൈൻഡ് ഹിസ്റ്ററി എ ബിറ്റ് ബോറിംഗ്. ചില സമയങ്ങളിൽ ചരിത്രം എനിക്ക് കുറച്ച് മടുപ്പായിട്ട് തോന്നാറുണ്ട്. ഡു യു ഫൈൻഡ് ഇംഗ്ലീഷ് ക്ലാസ് ഡിഫിക്കൽട്ട്? ഇംഗ്ലീഷ് ക്ലാസ് ബുദ്ധിമുട്ടായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? നോ, ഇല്ല. ഐ ഫൈൻഡ് ഇറ്റ് ക്വയറ്റ് ഈസി ആൻഡ് എൻജോയബിൾ. എനിക്ക് അത് തികച്ചും ഈസിയായിട്ടും ലളിതമായിട്ടും രസകരമായിട്ടുമാണ് തോന്നുന്നത്. ഡു യു ലൈക്ക് യുവർ ക്ലാസ്മേറ്റ്സ്? നിൻ്റെ സഹപാഠികളെ നിനക്ക് ഇഷ്ടമാണോ? യെസ്, അതെ. ദേ ആർ നൈസ്. എനിക്ക് ഇഷ്ടമാണ്, അവർ നല്ലവരാണ്. ഡു യു സ്റ്റഡി ജിയോഗ്രഫി? നീ ഭൂമിശാസ്ത്രം പഠിക്കുന്നുണ്ടോ? നോ, ഇല്ല. വി ഡോണ്ട് ഹാവ് ജിയോഗ്രഫി ദിസ് ഇയർ. ഈ വർഷം ഞങ്ങൾക്ക് ഭൂമിശാസ്ത്രം ഇല്ല. ഹൗ മെനി സബ്ജക്ട്സ് ഡു യു സ്റ്റഡി? എത്ര പഠന വിഷയങ്ങൾ നീ പഠിക്കുന്നുണ്ട്? ഐ സ്റ്റഡി 5 സബ്ജക്ട്സ്. 5 വിഷയങ്ങളാണ് ഞാൻ പഠിക്കുന്നത്. ഡു യു ഹാവ് മ്യൂസിക് ക്ലാസ്? നിങ്ങൾക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ടോ? യെസ്, അതെ. വി ഹാവ് മ്യൂസിക് ക്ലാസ് ഓൺ ട്യൂസ്ഡേയ്സ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ട്. വാട്ട് ഡു യു ഡു ബിഫോർ ക്ലാസ് സ്റ്റാർട്ട്സ്? ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യാറ്? ഐ ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കാറാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് തിങ് അബൌട്ട് സ്കൂൾ? സ്കൂളിൽ വച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ലേണിംഗ് ന്യൂ തിങ്സ് ആൻഡ് ബീയിങ് വിത്ത് ഫ്രണ്ട്സ്. പുതിയ കാര്യങ്ങൾ പഠിക്കലും സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കലുമാണ് എനിക്ക് സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം.